വീട് നിർമ്മിക്കുക അത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അത് മനസ്സിന് ചേർന്ന് നിർമ്മിക്കുക എന്നത് അതിലേറെ വലിയ ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ ചാനലിൽ കാണാനായിട്ട് പോകുന്നത്. വീട് നിർമ്മിക്കുമ്പോൾ അത് പ്രകൃതിയുമായി ഏറ്റവും ഇണങ്ങി നിർമ്മിക്കുക എന്നതാണ് കോസ്റ്റ് ബോർഡ് എന്ന നിർമ്മിതിയുടെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റായിട്ട് കാണുന്ന ഒരു കാര്യം. ഒരു വീടിൻ്റെ ഭംഗി ആരംഭിക്കുന്നത് അതിൻ്റെ മുറ്റത്ത് നിന്നാണ്. ഈ വീടിൻ്റെ മുറ്റത്ത് നിന്ന് തന്നെ നമുക്ക് അകത്തേക്ക് കാഴ്ചകൾ കണ്ട് കയറി വരാം. ബാംഗ്ലൂർ സ്റ്റോണുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ മുറ്റം ലേ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് മനോഹരമായ നമ്മുടെ കരിങ്കല്ലിൻ്റെ കട്ടിങ്സ് ഉപയോഗിച്ചിട്ട് പാറ്റേണുകൾ, വളരെ മനോഹരമായ പാറ്റേണുകൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഈ ബാംഗ്ലൂർ സ്റ്റോണിനിടയ്ക്ക് അത് മനോഹരമാക്കാനായിട്ട് നമ്മൾ പെബിൾസ് നിർത്തിയിട്ടുണ്ട്. വീട് മുറ്റത്തിലെ കിണറാണ് ആദ്യം കാണുന്നത്. ഈ കിണർ റിങ് ഉപയോഗിച്ച് വളരെ സേഫായിട്ട് സുരക്ഷിതമായിട്ട് വീടിൻ്റെ കോർണറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ വരുന്നതാണ് നമ്മൾ കാണുന്ന ആദ്യത്തെ കാർ പോർച്ച്. തൂണുകൾ പില്ലർ നിർമ്മിക്കുന്നതിന് പകരം കരിങ്കല്ല് കെട്ട് കൊണ്ടാണ് ഇവിടുത്തെ ഈ ഒരു തൂണ് നിർമ്മിച്ചിരിക്കുന്നത്. പില്ലറിന് പകരമായിട്ട് കരിങ്കല്ല് കെട്ട് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ മുകൾ ഭാഗം ഓടുകൊണ്ട് മേഞ്ഞ് മനോഹരമാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ സൈഡിലെ സിറ്റ് ഔട്ടിൻ്റെ ഭംഗി കൂട്ടാനായിട്ട് യെല്ലോ ഓക്സൈഡ് കൊണ്ടുവന്നിട്ട് ചെയ്തിരിക്കുകയാണ്. അതിന് നടുക്ക് ടൈൽ, അപ്പോൾ ടൈൽ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യാനായിട്ടാണ് യെല്ലോ ഓക്സൈഡ് ഉപയോഗിച്ച് ഈ ഒരു രീതി ചെയ്തെടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡിലെ മുറ്റം അത് നിറച്ച് ബബിൾസ് നിറച്ചിട്ടിരിക്കുകയാണ്. മനോഹരമായ ഒരു തീമാക്കി അതിനെ മാറ്റിയെടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗം. അതുപോലെ ഇവിടെ ഒരു റാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റാമ്പിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പറഞ്ഞാൽ വേസ്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ കട്ട് ചെയ്ത് കളയുന്ന വേസ്റ്റായിട്ടുള്ള ടൈൽസ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് വേസ്റ്റായിട്ടുള്ള ഒരു സാധനവും കളയാതെ യൂട്ടിലിറ്റി ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ വീടിനകത്ത് എന്തൊക്കെയാണെന്നാണ് ഇനിയും കാണാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഇതാണ് ഈ വീടിൻ്റെ ഒരു മനോഹരമായ ഒരു ചെറിയ സിറ്റ് ഔട്ട്. ഈ സിറ്റ് ഔട്ടിനുള്ളിൽ കൂടെയാണ് നമ്മൾ അകത്തേക്ക് കയറാനായിട്ട് പോകുന്നത്. കയറാനായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു പോയിൻ്റാണ് ഈ കാണുന്ന ഏരിയ. ഈ ഏരിയയ്ക്കൊരു വ്യത്യസ്തമായ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ കാണുന്ന ഇതൊരു റൗണ്ട് സർക്കിളാണ്. ഈ സർക്കിൾ ചെയ്തിരിക്കുന്നത്, ഇതിനുള്ളിൽ ചെയ്തിരിക്കുന്നത് തടി ഉപയോഗിച്ചിട്ടാണ്. നമ്മുടെ തടി ഉപയോഗിച്ച് കണ്ടില്ലേ പാറ്റേൺ അഴിക്ക് പകരം നമ്മൾ ഇരുമ്പ് കമ്പികൾക്ക് പകരം തടിയാണ് ഇവിടെ യൂട്ടിലൈസ് ചെയ്ത് ഉപയോഗിച്ചെടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ഈ വീടിൻ്റെ ഒരു ഡിസൈനെ വളരെ അട്രാക്റ്റീവായിട്ട് മാറ്റുന്നുണ്ട്. ആ ഒരു സർക്കിൾ ഡിസൈൻ ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സർക്കിളായിട്ട് കൊണ്ടുവന്ന് അതും മനോഹരമായിട്ടുണ്ട്. നമ്മൾ വീടിനെ അകത്തേക്ക് കയറാൻ പോകണം. അപ്പം നമ്മൾ സിറ്റ് ഔട്ട് വഴിയാണ് നേരിട്ട് അകത്തേക്ക് കയറുന്ന മനോഹരമായ സിറ്റ് ഔട്ടാണ്. ചെറുതായി അത് വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. കയറി ചെല്ലുന്നിടത്ത് തന്നെ നമ്മൾ ആ താഴെ കുറച്ച് മുമ്പേ കണ്ടതുപോലെ, പുറച്ചടി കണ്ടതുപോലെ നമ്മുടെ മിച്ചം വന്ന ടൈൽ ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളി മനോഹരമായിട്ട് ഇവിടെ ഒരു പാറ്റേൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം കയറി വരുന്നത് ഹാളിലേക്കാണ്. ഇതാണ് ഇവിടുത്തെ ലിവിങ് റൂം. ഈ ലിവിങ് റൂം വളരെ അടിപൊളി മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിപ്പം കാണുന്ന ആ ഒരു വോളാണെങ്കിൽ മറ്റും വെട്ടുകല്ലാണ് ആ വോള് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ സോഫ സ്റ്റെയർസ് ഉപയോഗിച്ചിട്ട് ഇവിടെ പാറ്റേൺ ചെയ്തെടുത്തിട്ടുമുണ്ട്. ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ കസേര എല്ലാം കൊടുത്ത് നല്ല മനോഹരമായിട്ടുണ്ട്. ഇവിടുത്തെ കുറേ അട്രാക്റ്റീവായിട്ടുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. നമ്മൾ സാധാരണ ഗതിയിൽ സ്വിച്ച് ബോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ പ്ലാസ്റ്റിക്കാണ്. ഇവിടെ ചെയ്യുന്നത് തടിയാണ്. തടിയിലാണ് ഈ സ്വിച്ച് ബോർഡുകൾ ചെയ്തിരിക്കുന്നത്. ആ സ്വിച്ച് ബോർഡിനെ കുറച്ചുകൂടെ ഭംഗിയാനായിട്ട് ഭിത്തിക്ക് ഉള്ളിലേക്ക് കുഴിച്ചിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് രണ്ട് ചെടിച്ചട്ടികളൊക്കെ വെച്ച് അതിനകത്ത് ലൈറ്റെല്ലാം കൂടെ വന്നപ്പോഴത്തേന് ആ പോർട്ടെല്ലാം വന്ന് മനോഹരമായിട്ട് നമുക്കതിനെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ സൈഡിൽ കുറച്ച് ഫംഗ്ഷനൊക്കെ നടത്താനായിട്ട് അങ്ങനെ ഒരു തയ്യാറെടുപ്പിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. കുറച്ചേറെ സോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതും എല്ലാം കൊടുത്തിരിക്കുന്ന തടികളിൽ മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വീടിനുള്ളിൽ കൂടുതൽ വെളിച്ചം കയറാനായിട്ടാണ് ഇത്രയും വലിയ ഗ്ലാസ് ഏരിയകൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഡോറുണ്ട്. നമ്മൾ കയറി വന്ന ഡോറ് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഒരു ഡോറ് കൊടുത്തിരിക്കുന്നതിൻ്റെ കാര്യം നമ്മൾ മുമ്പേ കണ്ടല്ലോ, റാമ്പ് കൊടുത്തിട്ടുണ്ട്. ആ റാമ്പ് വീൽ ചെയറൊക്കെ ഉണ്ട് ഉപയോഗിച്ച് കയറി വരാനാണ് ഇവിടെ ഒരു റാമ്പ് കൊടുക്കുന്നത്. അതുവഴിയാണ് അകത്തേക്ക് കയറി വരാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ കാറ്റിൻ്റെ വെളിച്ചം, കാറ്റും വെളിച്ചവും അകത്തേക്ക് കയറാനായിട്ടാണ് ഇങ്ങനെ വലിയ വിൻഡോ കൊടുത്തിരിക്കുന്നത്.
അതിനെ കുറച്ചുകൂടെ എലഗൻ്റ് ആക്കി ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. മുകളിൽ കുറച്ച് കളർ ഗ്ലാസ്സുകൾ ഉപയോഗിച്ചിട്ട് പാറ്റേൺ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് വേറെ രസങ്ങൾ കാണിച്ചാൽ ഈ കാണുന്നത് തട്ടാണ്, മച്ച്, നമ്മുടെ പഴയ കാലത്തെ മച്ച്. ഈ മച്ചാണ് നമ്മളിപ്പം കാണുന്നത്. ഇത് ഫുൾ തടിയിലാണ് ഇത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. അപ്പം മുകൾവശമാണ് നമ്മൾ കാണുന്ന ആ ഒരു അഴി ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മളപ്പോഴത്തെ രണ്ടാമത്തെ ലെവലാണ് ആ കാണുന്നത്. ആ ലെവലിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ലെവലിൽ കുറേ കൂടെ കാര്യങ്ങൾ കാണാനുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതൊരു പില്ലറാണ്. ഈ ഒരു പില്ലറിന് ഈ ഒരു ബീമുമായിട്ട് തടി ഉപയോഗിച്ചിട്ട് സപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. ഷോയിൽ സപ്പോർട്ട് കൊടുക്കും. അത് ആ സൈഡിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ നല്ല മനോഹരമായ ഗ്ലാസ് വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ സൺലൈറ്റ് അകത്തേക്ക് കയറി വരാനായിട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു കോർട്ട്യാർഡാണ്. വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു കോർട്ട്യാർഡ്. ആ കോർട്ട്യാർഡിൻ്റെ സൈഡിൽ ഒതുക്കിയിട്ടാണ് നമ്മുടെ DB ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോർട്ട്യാർഡിൻ്റെ മുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മുമ്പേ പറഞ്ഞാൽ മുകളിലത്തെ ഫ്ലോറാണ്. അതിൻ്റെ മണ്ടയിലും കുറേ സീക്രട്ട് കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മുകളിൽ പോയാൽ മാത്രമേ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഈ സൈഡിലാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഒതുക്കിയാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാഷ് ഏരിയ തന്നെ വളരെ വെറൈറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു കുടം പോലെ അതിനകത്താണ് ഈ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിൻ തുറന്നു കഴിയുമ്പോൾ വെള്ളം ഇതുപോലെ ഈ കുടത്തിലേക്കാണ് വീഴുന്നത്. ഇവിടെയും ഭിത്തിക്ക് അകത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് സോപ്പൊക്കെ വെക്കാനായിട്ട് ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു കോർട്ട്യാർഡിനകത്ത് ഈ ഒരു സാധനം കണ്ടോ, ഈ ഒരു സ്ക്വയർ ബോക്സ് തടിയിൽ നിർമ്മിച്ചിരിക്കും. ഇതിനകത്തൊരു ഹൈലൈറ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്. ഹാളിൽ നിന്ന് നമ്മൾ കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒരു ഡബിൾ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഒരു ഹൈറ്റ് കൂട്ടിയിട്ടാണ് നമ്മളിവിടെ കിച്ചണുമായിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെയാണ് ഡൈനിങ് ആയിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സാധനങ്ങൾ വെക്കാൻ ഒരു ടേബിൾ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗമാണ് നമ്മുടെ കിച്ചൺ. അത്യാവശ്യം കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഉള്ള ഒരു ചെറിയൊരു മോഡേൺ കിച്ചണാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. കുറച്ച് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് ഈ സൈഡിലും ഒതുക്കി ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലും അതുപോലെ ഒരു കുറേ ഏരിയയിലായിട്ടുള്ള ഷെൽഫ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തെ ഡൈനിങ് ടേബിൾ വളരെ മനോഹരമായ ഒരു ചെറിയ ഡിസൈനിൽ ആ സ്പേസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ്, ആ അളവിനുള്ള ഒരു ഡൈനിങ് ടേബിളാണ് ഈ ഒരു ഏരിയയിൽ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഡൈനിങ്ങിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് നമുക്ക് ഹാളിലേക്കും അതുപോലെ ഈ ഒരു കോർട്ട്യാർഡിലേക്കുള്ള വ്യൂ നമുക്ക് വളരെ വ്യക്തമായിട്ട് കിട്ടും. ഈ ബെഡ്റൂമിന് അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് ഈ ഒരു ഭംഗി ആസ്വദിച്ച് നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറി വരാനായിട്ട് സാധിക്കും. ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ഒരു ബെഡ്റൂമാണ് നമ്മൾ അന്ന് കയറി വരുന്നത്. തന്നെ ഒരു വാൾഡ്രോപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചും പറഞ്ഞില്ലേ ഇവിടെ ഒരു കോർട്ട്യാർഡിനകത്തൊരു ഹൈഡ് സ്പോട്ട് ഉണ്ടെന്ന്. അത് ഈ കാണുന്ന കേട്ടോ. നമ്മുടെ ഹാളിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇത് ചെറിയ മിനി ടേബിളാണ്. ഈ ടേബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിവിടെ ഹാളിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ ബെഡ്റൂമിലിരുന്ന് നമുക്ക് നോക്കാൻ പറ്റും നമ്മുടെ ഹാളിൽ ആരാണുള്ളത് ഇപ്പോൾ എന്ന്. നമുക്ക് പ്രൈവസി വേണ്ടെന്നുണ്ട്. ഇപ്പോൾ ആരാ വന്നിരിക്കുന്നത് നോക്കാം. നമുക്ക് പ്രൈവസിക്ക് വേണ്ടി നമുക്കിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ക്ലോസ് ചെയ്യാം. അപ്പം പിന്നെ അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും നമുക്ക് ഒന്നും കാണാനായിട്ട് സാധിക്കത്തില്ല. ഇതിനകത്തും ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ആ ബാത്റൂമിന് കൊടുത്തിരിക്കുന്ന സ്വിച്ച് ബോർഡ് നോക്കി. നമ്മൾ വുഡൻ ഫിനിഷിലാണ്, വുഡൻ തടിയിലാണ് ഈ സ്വിച്ച് ബോർഡുകൾ കൊടുത്തിരിക്കുന്നത്. എല്ലാം ഒരു സൈഡിലെ ഭിത്തി ചെങ്കല്ലും ഒരു സൈഡിലെ ഭിത്തി ചുടുകട്ടയാണ്. റാട്ര ബോണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ഭിത്തി കെട്ടിയിരിക്കുന്നത്. ആ റാട്ര ബോണ്ടിൻ്റെ ഡിസൈനാണ് നമ്മൾ ഈ കാണുന്നത്. ഇടയ്ക്ക് എയർ ഹോൾസ് വെച്ചിട്ടാണ് ഈ റാട്ര ബോണ്ട് ചെയ്യുന്നത്. അതുപോലെ ഈ സൈഡിലെ വിൻഡോ വലിയതാണ് കൊടുത്തിരിക്കുന്നത്. അതിനൊരു പ്രീമിയം ലുക്ക് കിട്ടാനായിട്ട് കർട്ടനും വലിയതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് എല്ലാ കാര്യത്തിലും ഓരോ ഹൈഡ് പരിപാടികൾ ചെയ്തിട്ടുണ്ട് ഈ ഡിസൈനകത്ത്. ഇതെല്ലാം തടിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ടോപ്പെല്ലാം തടിയിലാണ്. അതുപോലെ കയറി വരുമ്പോൾ ഹാൻഡ് റെയിൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ നോർമൽ ആ കയർ ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ ഹാൻഡ് റെയിൽ ചെയ്തെടുത്തിരിക്കുന്നത്. അതൊരു വളരെ മനോഹരമായിട്ട് നമുക്ക് തോന്നും ഒരു ഭംഗിയാണ്. കാരണം ഏറ്റവും എക്സ്പെൻസ് കുറച്ചിട്ട് എങ്ങനെ സിമ്പിളായിട്ട് ഒരു ഹാൻഡ് റെയിൽ ചെയ്യാം എന്നുള്ള ഒരു ഡിസൈനാണ് ഈ ഒരുക്കി വെച്ചിരിക്കുന്നത്. സ്റ്റെയർ കേസ് കയറി നമ്മൾ മുകളിൽ വരുമ്പോൾ ഈ മുകൾ വശത്ത് ഒരു വരാന്ത കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലത്ത് നിന്ന് വരാന്തയിൽ നമുക്ക് ഈ പ്രദേശത്തിൻ്റെ ഭംഗി ശരിക്കും ആസ്വദിക്കാനായിട്ട് പറ്റും. ഇപ്പം നല്ല കാറ്റാണ്, നല്ല ചൂടാണെങ്കിൽ ഈ പ്രദേശത്ത് ഇപ്പം നിൽക്കുമ്പോൾ നല്ല കാറ്റാണ്.
കുറച്ച് നടന്ന് കഴിഞ്ഞ് ഇവിടെ നമുക്കൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ചെയ്തിട്ടുണ്ട്. ഈ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ ഇരുന്ന് നമുക്ക് ആ ഭാഗത്ത് നല്ല കണ്ടമുണ്ട്. ആ കണ്ടത്തിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റ് ആസ്വദിച്ച് ഇരിക്കാനായിട്ട് സാധിക്കും. വോളിൻ്റെ ഓരോ കോർണറിലും എലഗൻ്റായിട്ടായ ഓരോ ഡിസൈനുകളും ഒളിപ്പിച്ച് വെച്ചിരുന്നു. ഇത് തന്നെയാണ് കോസ്വോർഡിൻ്റെ ഒരു ഏറ്റവും വലിയൊരു സവിശേഷത. ഡിസൈനുകൾ എപ്പോഴും ഇവരുടെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഹൈലൈറ്റ്. ഇവിടെയും വലിയൊരു ഓപ്പൺ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്, വിൻഡോ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഡോറ് കൂട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു പാർട്ടിയൊക്കെ നടത്താനായിട്ടും പ്രയർ അങ്ങനെയൊക്കെ നടത്താനായിട്ടുള്ള ഒരു സജ്ജീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഏരിയ ഒരുക്കിയിരിക്കുന്നത്. അപ്പം നമ്മൾ മുമ്പേ താഴ്വശത്ത് കണ്ട ഒരു മച്ചില്, ആ മച്ചാണ് ഈ കണ്ടിരിക്കുന്നത്. ഇതൊരു പ്രയറൊക്കെ നടത്താൻ വേണ്ടിയിട്ട് കയറി നിൽക്കാനായിട്ടുള്ള അതിനുള്ള വേണ്ടിയുള്ള സെറ്റപ്പാണ്. അതിൻ്റെ താഴ്വശം ആ ഹൈറ്റ് തന്നെ തടി ഉപയോഗിച്ചിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. താഴ്വശത്തോടൊരു വ്യൂ ഉണ്ട്, എന്നാൽ ആ ഒരു ഓപ്പണിങ്ങും വരും. കൺജസ്റ്റ് അല്ലാത്ത ഒരു ഡിസൈൻ. ഇവിടെ ആണെങ്കിൽ തന്നെ നോക്കിയ ഗ്ലാസ്സുകൾ ഉപയോഗിച്ചിട്ട് ഡിസൈനുകൾ മനോഹരമാക്കി മാറ്റിയിരിക്കുകയാണ്. ആ ലൈറ്റ് അടിക്കുമ്പോൾ ആ ഗ്ലാസ്സിനകത്തു നിന്നുള്ള റിഫ്ലക്ഷൻ ഉണ്ടോ, മനോഹരമായിട്ടാണ് ആ ഒരു ഡിസൈനും തീർത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഓഫീസ് ഏരിയ ആയിട്ട് തിരിച്ചിരിക്കുകയാണ്, ഒന്നിരിക്കാനുള്ള അങ്ങനെയുള്ള ഒരു ഏരിയ ആയിട്ട് മാറ്റി. ഈ ഒരു ഭാഗത്തിൻ്റെ ഡിസൈൻ കണ്ടോ, ആ റൂഫ് തന്നെ ഇങ്ങനെ സ്ലോപ്പ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ഏരിയ മനോഹരമായിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന സമയത്ത് പുറത്തു നിന്നുള്ള നാച്ചുറൽ കാഴ്ചകൾ, അതായത് ആ പ്രകൃതിയുടെ കാഴ്ചകൾ കാണാനായിട്ടും അവിടെ നിന്ന് കാറ്റ് കയറാനായിട്ടും ഇവിടെ മനോഹരമായ ഡിസൈൻസിലുള്ള വിൻഡോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ വിൻഡോയിലൂടെ നമുക്ക് കാഴ്ചകളും കാണാം. തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല തണുത്ത കണ്ടത്തിൽ നിന്നുള്ള കാറ്റും ആസ്വദിക്കാനുള്ള ഒരു ഡിസൈനാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ കാണുന്നതിൻ്റെ റൂഫ് ചെയ്തിരിക്കുന്നുണ്ടോ, ഇത് ഓടാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ താഴെ ബാംബു പ്ലൈ ഉപയോഗിച്ചിട്ട് ഫുള്ള് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ ഓടുള്ളതിന് ഓടിൻ്റെ ചൂടും ഒന്നും നമുക്ക് അകത്തേക്ക് വരത്തില്ല. കാണാനും വളരെ ഭംഗി ഉണ്ട്. ആ ഭംഗിയിലാണ് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ് അത്. നമ്മൾ താഴെ കണ്ട കോർട്ട് യാർഡിൻ്റെയാണ് ഈ കാണുന്നത്. അതിൻ്റെ മുകൾവശം നേരെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമായി. അതുപോലെ കോർട്ട് യാർഡിൻ്റെ താഴെ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ നമ്മൾ കണ്ട വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത്. ഇതാണ് നമ്മൾ താഴെ നിന്ന് കണ്ട കോർട്ട് യാർഡ്. ഇപ്പോൾ നമ്മൾ മുകളിൽ വന്നിട്ട് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ കോർട്ട് യാർഡും എല്ലാം കാണാം. ഇതൊരു സേഫായിട്ട് ഇവിടെ ഈ ഒരു ഓപ്പൺ സ്പേസ് അപകടമില്ലാത്ത രീതിയിൽ കറക്റ്റ്. എന്നാൽ അത് യൂട്ടിലിറ്റി എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇവിടെ കൃത്യമായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചെയ്തതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുകയും ചെയ്യാം, നമുക്ക് താഴത്തെ ആ ഒരു വ്യൂ കാണാനും സാധിക്കും. പക്ഷേ ഇതിങ്ങനെ ഒരു ഓപ്പണായിട്ട് പോകാതെ നമുക്ക് വളരെ മനോഹരമായിട്ട് ഹൈലൈറ്റായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണിത്. ഇപ്പം നമ്മൾ നിൽക്കുന്ന രണ്ടാമത്തെ ഫ്ലോറിലാണ്. ഇതിൻ്റെ മുകൾവശത്ത് ഒരു ഫ്ലോറും കൂടെ ഉണ്ട്. ഈ സ്റ്റെയർ കേസിൻ്റെ സൈഡ് മുകളിലോട്ട് കയറുന്നതിൻ്റെ ഈ ഒരു സൈഡ് വെറുതെ കളയാതെ അത് ഒരു ലൈബ്രറി സ്പേസ് ആക്കി മാറ്റി. ബുക്സ് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ഒരു ലൈബ്രറി സ്പേസ് ആക്കി മാറ്റി. അതായത് സ്പേസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ്. ഒരു സ്പേസും, അതായത് നമ്മൾ വെറുതെ കളയാത്ത, നമുക്ക് വെറുതെ പോകുന്ന ഓരോ സ്പേസും കറക്റ്റായിട്ട് യൂട്ടിലിറ്റി ചെയ്ത് എടുത്തിരിക്കുകയാണ്. നമ്മൾ മുകളിലോട്ട് കയറുമ്പോൾ താഴെ നിന്നുള്ള ആ വ്യൂ ആണ് നമ്മൾ കാണുന്നത്. ആ കണ്ടത്തിൻ്റെ ആ ഒരു പ്രദേശത്തിൻ്റെ വ്യൂ ആണ്. അതായത് നമ്മൾ ഈ വീടിൻ്റെ എവിടെ നിൽക്കുമ്പോഴും ഏറ്റവും കൂടുതലും നമുക്ക് വീടിനകത്ത് നിന്നും അതുപോലെ പുറത്തോട്ടുള്ള വ്യൂസ് ആസ്വദിച്ച് ഈ വീടിനകത്ത് നിൽക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ, അതൊരു ഹൈലൈറ്റാണ്. ആ കാണുന്ന കണ്ടമാണേ, ആ കണ്ടങ്ങൾ പുതുപ്പള്ളി ഭാഗമൊക്കെയാണ് ആ കാണുന്നത്. അതുപോലെ മുകളിൽ ഒരു ചെറിയ സ്പേസും കൂടെ ഉണ്ട്. അതായത് ആ ഒരു സ്പേസ് അതും യൂട്ടിലൈസ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അവിടെ കയറാനായിട്ട് ഇത് തടിയാണ്, തടിലാണ്, സ്റ്റെപ്പിലാണ് നമ്മൾ ചവിട്ടി മുകളിലേക്ക് കയറുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഹൈഡ് ആൻഡ് സ്പോട്ട് ഉണ്ട് ഇവിടെ ഇരിക്കാനായിട്ടും. അപ്പം ഇവിടെ നിന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇവിടെ ഇത് കണ്ടോ, ഒരു ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിനകത്ത് നമുക്കിത് ഇങ്ങനെ പുറത്തോട്ട് നോക്കാം. ഇവിടെ നല്ല കാറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ മുമ്പേ പറഞ്ഞ കണ്ടമൊക്കെ ഉണ്ടല്ലോ, ആ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ നിന്നത് വളരെ മനോഹരമായിട്ട് കാണാനായിട്ട് സാധിക്കും. മുകളിൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഓടാണ്. ആ ഓടും ഇതിന് അടിയിലേക്ക് വരുമ്പോൾ അത് ബാംബു പ്ലൈ കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അടിയിൽ നിന്ന് മുകളിലോട്ട് നോക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഓടാണെന്നുള്ള ഒരു ഇത് ഒരിക്കലും അറിയത്തില്ല. വലിയ ഓപ്പൺ ഗ്ലാസ് കൊടുത്തിരിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ കണ്ട കാഴ്ചകൾ കണ്ടു, ആ വ്യൂ നമുക്ക് ഇവിടെ ഇരുന്ന് ആസ്വദിക്കാനായിട്ട് പറ്റും. ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് കണ്ടോ, ആ കളർ ഗ്ലാസ്സുകളുടെ ഒരു ഷെയ്ഡ് എടുത്ത് വരുന്നതിൻ്റെ ഇത് നമുക്ക് കാണാൻ പറ്റും. നമ്മളിവിടെ നമുക്കുണ്ടോ എല്ലാ ഏരിയ ഇവിടെ കാണാനായിട്ട് പറ്റും. മുകളിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ
അപ്പോൾ ഈ പ്രയർ ഏരിയയൊക്കെയാണ്. ആ ഏരിയയൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു കിളിവാതിലുണ്ട്. ഈ കിളിവാതിൽ തുറന്ന് നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ഏരിയ ആണ്, സ്ഥലമാണ് ഓപ്പൺ പ്ലേസ് ആയിട്ട് വരുന്നത്. ആ പ്ലേസിൽ നമുക്ക് കുറച്ചുകൂടെ ഹൈറ്റ് കൂട്ടി നിന്നിട്ട് എല്ലാം കാണാനായിട്ട് സാധിക്കും. അപ്പം 3 ലെവലിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതുണ്ട്, ഫുള്ള് ഓട് കാര്യങ്ങളെല്ലാം ആണ്. അപ്പോൾ അത് ബാമ്പു കണ്ടോ, ഈ ഒരു ഹോളിലൂടെയാണ് കേട്ടോ നമ്മളിപ്പം കാഴ്ച കാണിച്ചത്. ഈ ഹോളിൽ കൂടെയാണ് നമ്മൾ, ആ ഒരു ഏരിയയിലൂടെയാണ് നമ്മൾ ഈ ഒരു ഗ്രാമം കാണിച്ചു തന്നത്. കയറി വന്ന സ്റ്റെയറാണ്. പക്ഷേ ഈ സ്റ്റെയർ നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോഴാണ് ഈ സ്റ്റെയറിൻ്റെ ഭംഗിയും ഈ ഹാൻഡ് റെയിൽ, നമ്മൾ പറഞ്ഞില്ലേ കയറ് ചുറ്റിയ ഹാൻഡ് റെയിൽ, അതിൻ്റെ ഭംഗിയും നമുക്ക് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങി വരുമ്പോഴാണ് ശരിക്കും ഇത് കണ്ട് നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ഇവിടെ കയറുമ്പോൾ നമ്മൾ അത്രയും ഹൈലൈറ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കത്തില്ല, പക്ഷെ ഇറങ്ങി വരുമ്പോഴാണ് നമ്മൾ അത് ശ്രദ്ധിക്കുന്നത്. മനോഹരമായ ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.